2021 വരെ ജനങ്ങളുടെ മുന്നിൽ LDF നൽകിയിരുന്ന വാഗ്ദാനം 600 എണ്ണമായിരുന്നു. ഓരോ വർഷവും അവ എത്ര കണ്ട് നടപ്പായി എന്ന് ജനങ്ങൾക്ക് വിലയിരുത്താമായിരുന്നു. അതാണ് പ്രോഗ്രസ് റിപ്പോർട്ട്. അതിൻ്റെ ഭാഗമായി 2021 ആയപ്പോൾ കണ്ടത് 600-ൽ 580 വാഗ്ദാനങ്ങൾ നിറവേറ്റിയ ഒരു സർക്കാരിനെയാണ്. അവിടെയാണ് തുടർഭരണം ഇവരെ തന്നെ ഏൽപ്പിക്കാം എന്ന് ജനങ്ങൾ തീരുമാനിക്കുന്നു. ആ തുടർഭരണം നല്ല രീതിയിൽ കാര്യങ്ങൾ നടത്തി എന്നതിൻ്റെ ഉത്തമമായ തെളിവാണ് വിദ്യാഭ്യാസ രംഗത്തെ മാറ്റം, ആരോഗ്യരംഗത്തെ മാറ്റം, നമ്മുടെ വ്യാവസായിക രംഗത്തെ മാറ്റം, കേരളത്തിന് മൊത്തമായി ഉണ്ടായ പുരോഗതി, എല്ലാം ഇതാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ തുടർഭരണം എന്നത് നമ്മുടെ നാടിൻ്റെ നേടിയ നേട്ടങ്ങൾ സംരക്ഷിക്കുന്നതിനും അതിനെ കൂടുതൽ വികസനത്തിലേക്ക് നയിക്കുന്നതിനും സഹായിച്ചു എന്നതാണ് നമ്മുടെ അനുഭവം. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ അതിൽ അല്ലാതെ മനസ്താപപ്പെടേണ്ട കാര്യമില്ല. ജനങ്ങൾ അതീവ സന്തുഷ്ടരാണ്. എല്ലാ കാര്യങ്ങളിലും നല്ല സഹകരണം നൽകുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഇനിയും നമ്മുടെ നാടിനെ കൂടുതൽ ഉന്നതിയിലേക്ക് ഉയർത്തുക. എന്താണ് നാം ലക്ഷ്യമിടുന്ന നവകേരളം? അത് ലോകത്തിലെ വികസിത രാഷ്ട്രങ്ങളിലെ മധ്യവരുമാന രാഷ്ട്രങ്ങളിലെ ജീവിത നിലവാര തോതിലേക്ക് നമ്മുടെ നാടിൻ്റെ ജീവിത നിലവാര തോത് ഉയർത്തുക എന്താണ്? അത് അസാധ്യമായ ഒന്നല്ല. അതിന് എല്ലാവരുടെയും സഹായവും സഹകരണവും പിന്തുണയും ഉണ്ടാകണമേ.